നമ്മളെ സിംസാറിലൊക്കെ മൂപ്പർക്ക് ഭയങ്കര സമുദായത്തിന്റെ കാര്യത്തിൽ സങ്കട. പറയുന്നത് കേട്ടാ കുട്ടികൾ ഉമ്മാരെടുത്ത് മോലോടിച്ചാൽ നൊരോളിച്ചണ മാതിരി സമുദായത്തിന്റെ കാര്യം അയാൾ ഇങ്ങനെ പറഞ്ഞാളും. എന്നിട്ട് അയാൾ പറയണേ വോട്ട് വോട്ട് നിങ്ങൾ ഇങ്ങോട്ട് നോക്കിന്നേ, വോട്ട് ഇലക്ഷനും വേണ്ടിയിട്ട് ഞങ്ങൾ ദ്വാരന്നിട്ടില്ല, ഞങ്ങൾ ആരോടും ദ്വാരന്നിട്ടില്ല എന്ന് പറഞ്ഞിട്ടാണ് മൂപ്പരും മാന്യനാകുന്നത്. സിംസാറിലക്കിന്റെ പുതിയ ഡയലോഗ്. ജുമുഅന്റെ സദസ്സിലൊക്കെ ജുമുഅക്ക് ശേഷവും പച്ചയായി സമ്മേളനങ്ങൾക്ക് ദുആ ചെയ്യുമ്പോഴൊന്നും സംസ്ഥയുടെ ഒരു ആരും പറഞ്ഞു. തറവാട്ട് പിറന്നവനാണെങ്കിൽ ഞങ്ങളെ മുഷാവറയിലെ ഏത് പണ്ഡിതനാണോ ജുമുഅക്ക് ശേഷം ഇന്നാലിന്ന സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്തണമെന്ന് ദുആ ചെയ്തതെന്ന് തന്റെ ഇടത്തോടെ തെളിയിക്കാൻ സിംസാറിലൊക്കെ ആണായി പറഞ്ഞവനാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുകയാണ്. തോന്നിയാസം പറയേ ഖുർആന്റെ വേഗം പറഞ്ഞിട്ട് മുപ്പരിങ്ങനെ നിലം തൊടാതെ പറഞ്ഞ് സ്ത്രീക്കിട്ടുണ്ട് ഒപ്പിച്ചാൽ എന്തോരം മര്യാദക്കാരനാ പച്ചക്കളവേ. ഇനി ഓരോ സമസ്തന്റെ ആൾക്കാരൊന്നും അങ്ങനെ ദ്വാരന്നിട്ടില്ല. ബാക്കി ഞങ്ങൾ ദ്വാരന്നിട്ടുണ്ട്. അത് വാട്സപ്പിലും ഫേസ്ബുക്കിലും അല്ല. ഞങ്ങളെല്ലാം ദ്വാരക്കൽ എങ്ങനെയാ അങ്ങനെ ഞാൻ ഞങ്ങൾ ഇതും ദ്വാരന്തേക്കും. അങ്ങനെയാ. അബ്ദുൽ മുത്തലിബ് എന്നവര് അന്ന് മക്കം പൊളിക്കാൻ വേണ്ടി അബ്രഹത്ത് വരുമ്പോഴേ അബ്രഹത്ത് ചോദിച്ചില്ലേ അബ്ദുൽക്കലിന്റെ ഇന്ന് ഒട്ടകം തരും, കാഴ്ചയെ കുറിച്ച് പേടില്ലേ? മോലിയാരെ ബാക്കി എന്നാ ഞങ്ങൾ അങ്ങനെ പറയില്ല. ഞങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ ശരീരക്കാരല്ല. ഞങ്ങൾ ബാബരി മസ്ജിദ് പൊളിക്കാൻ നിൽക്കുമ്പോ നാദിലത്തിന്റെ കുനൂത്തോടാ ഒരുങ്ങിയതാ. ഞങ്ങള് പല പ്രതിസന്ധി ഘട്ടത്തിലും നിസ്കാരത്തിൽ പ്രത്യേക ദുആ തുടങ്ങിയതാ. ഞങ്ങളെല്ലാം മഗ്രിബ് നിസ്കാരത്തിന്റെ ശേഷവും ദുആ ചെയ്യുന്നവരാണ്. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ. ഞങ്ങളോട് കരുണ ചെയ്യാത്തവന്റെ മുന്നിൽ ഞങ്ങൾ ആധിപത്യം കൊടുക്കരുത് അല്ല. ഞങ്ങളോട് കരുണ ചെയ്യാത്തവന് നീ അധികാരം കൊടുക്കരുത് അല്ല. അക്രമകാരിയെ നീ തടുക്കണമല്ല, അക്രമകാരിയെ നീ കൈകാര്യം ചെയ്യണേ അല്ല. ഞങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ ശരീഅത്തുകാരല്ല, ഞങ്ങൾ അല്ലാഹു റസൂലിന്റെ ശരീഅത്തുകാരാണ്. വിവരക്കേടിന് കയ്യും കളിച്ച മൂല്യര്. എന്താ മൂല്യരെ ഈ പറയുന്നത്? എന്തെങ്കിലും പറയല. നിങ്ങൾ അബ്ദുൽ മുത്തലിബിന്റെ ശരീഅത്തുകാരാ, ഞങ്ങൾ മുത്തുനബിന്റെ ശരീഅത്തുകാരാ. അതാ പ്രശ്നം. ഞങ്ങൾ ദ്വാരക്കാണ്. അല്ലാഹുമ്മ ലാ തുസല്ലിത് അലൈനാ മൻ ലാ യർഹമുനാ വകുഫ അയ്ദിയൽ കാഫിരീന വൽ മുനാഫിഖീന വല്ലാലിമീൻ. അതുപോലെ ഞങ്ങൾ എത്രോടത്ത് നാസിലത്തിന്റെ കുനൂത്ത് പാണക്കാട്ട് അസർമുല്ല പ്രഖ്യാപിച്ചിട്ടില്ലേ? ദ്വാരക്കാൻ തന്നെ. അപ്പൊ ഞങ്ങൾ ദ്വാരന്നിട്ടുണ്ട് എന്നുള്ളത് ശരിയാണ്. അത് വാട്സപ്പിലല്ല. നിങ്ങൾ ദ്വാരം നിൽക്കണോ? നിങ്ങൾ ദ്വാരം നിൽക്കണോ? ലീഗാരും പറയുന്നത് നിങ്ങൾക്കെതിരിൽ ഞങ്ങൾക്ക് ഒരുപാട് ആൾക്കാർ ദ്വാരം നിൽക്കണം. പിന്നെന്തിനാ ഞങ്ങളെ കുതിരേറുന്നത്? അതാ പറയും. നിങ്ങൾക്കെതിരായി മണ്ണാക്കാത്ത ജനങ്ങൾ, കേരളത്തിലെ ജനങ്ങൾ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു. അപ്പൊ ഞങ്ങളിത് ചച്ചുമ്പോഴേ സെബലും വിൽക്കാത്തപ്പോഴുള്ളൂ. നിങ്ങൾ ചെയ്താവൂല. ഇങ്ങക്ക് എന്ത് ചെയ്യാ? ഞങ്ങൾക്കെതിരിൽ ദ്വാരക്കാം. ഞങ്ങൾ ദ്വാരുന്നാൽ അത് സെബലും വിൽക്കാത്തിലും. ഞങ്ങൾ ദ്വാരക്കണത് ഞങ്ങളെ ആക്രമിക്കണ ഒരാൾ പരാജയപ്പെടാൻ ഞങ്ങൾ എന്തിനാ അങ്ങനെ ഞങ്ങൾക്കെതിരിൽ ദ്വാരുന്നേ? അപ്പൊ സുഹൃത്തുക്കളെ, പിന്നെന്താ നിങ്ങള് പിന്നെ കൂടത്തായി പറയുന്നത് ഇതൊക്കെ മണ്ണാർക്കാട് വർത്താനാണ്. നാരിയത്ത് സ്വലാത്ത് ചൊല്ലി ഉത്തരം കിട്ടിയിട്ടില്ല വിചാരിച്ച് ഇവർക്ക് ഉത്തരം കിട്ടാത്തത് കണ്ട് നിങ്ങൾ കുത്തുബിയത്തിന്റെ ബഹുമാനം കുറക്കണ്ടട്ടോ എന്ന് വലിയ സുന്നത്യമായത്തിന്റെ ആളാകുകയാണ്. നാരിയത്ത് സ്വലാത്ത് ചൊല്ലി കുത്തുബിയത്ത് നടത്തി ബദരികളെ തപസ്സിലാക്കി ഹറം ശരീഫിൽ ചെന്ന് മദീന സിയാറത്തിൽ പ്രാർത്ഥന നടത്തി എല്ലാ വിധത്തിലും മഹാന്മാരെ തപസ്സിൽ ചെയ്തുകൊണ്ടൊക്കെ ദുആ ചെയ്തിട്ടും മണ്ണാർക്കാട് സംശയം എന്തുകൊണ്ട് ജയിച്ചു, എന്തുകൊണ്ട് ദുആക്ക് ഉത്തരം കിട്ടിയില്ല എന്ന് പറയുക വഴി അറിയില്ല. മോഡി വരാതെക്കാൻ എത്രയാ തോരുന്നത്. ബന്ന് ചിലപ്പോ ബലാലിന് വർക്കത്തുണ്ടാവും. കുത്തുബിയത്തിനെ നിരുത്സാഹപ്പെടുത്തണ്ട. നാരിയത്ത് സ്വലാത്തിനെ ആരും ചെറുതായി കാണണ്ട. എല്ലാ ഏപ്പിക്കാരെ പക്ഷേ കാന്തപുരത്തിന്റെ ഈ ഞമ്മക്ക് കിട്ടൂല. അവിടെ പോയി ചേളാരിയിൽ മെമ്പർഷിപ്പ് എടുത്താ ഓക്കെ. അല്ലെങ്കിൽ അയാളുടെ ആരാധനകൾ ഇത്തരം പ്രാർത്ഥനകളും ഇത്തരം ആരാധനകളും പടച്ച തമ്പുരാൻ സ്വീകരിക്കില്ല എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് മണ്ണാർക്കാട് തിരഞ്ഞെടുപ്പ്. അപ്പൊ മോഡിക്കെതിരിൽ തോരുന്നതും അങ്ങനെ തന്നെയാ.
അല്ലെങ്കിൽ പിന്നെ ഇതിന്റെ മാനദണ്ഡം എന്താ? ഞങ്ങളീന്ന് കിട്ടാതെക്കുകയും നിങ്ങളീന്ന് കിട്ടുകയും ചെയ്യണമെങ്കിൽ അതിനൊരു പൊതുവായ മതമാനദണ്ഡം പറയും പോലെ. ഇനിയോ ഞങ്ങൾ ദ്വാരുന്നപ്പോ ദ്വാർക്ക് ഉത്തരം കിട്ടല് പല കോലത്തിൽ. ഇതൊന്നും വാട്സപ്പിലല്ല കേട്ടോ, വാട്സപ്പിന്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഞങ്ങൾ ദ്വാരുന്നപ്പോ ഉത്തരം പല കോലത്തിലാ. ചിലപ്പോ എന്ത് ചെയ്യുന്ന നിങ്ങൾ ചോദിച്ചേ കിട്ടിക്കൊള്ളുന്നില്ല, അതിനേക്കാളും ഹൈറേക്കാരൻ കിട്ടുക. മണ്ണാർക്കാട് സിറ്റിംഗ് സീറ്റല്ല, താനൂര് 60 കൊല്ലത്തെ സിറ്റിംഗ് സീറ്റാ. അപ്പൊ മണ്ണാർക്കാട് ചെറുതി ചോദിച്ചപ്പോ താനൂരത്തെ വൽതനത് എന്നതാണാവോ? അള്ളാഹ്ക്കല്ലേ ഇപ്പൊ അതിന്റെ ഹിക്മത്തോടുള്ളൂ. അല്ലെങ്കിൽ ഒന്ന് ചോദിച്ചതിന് പകരം 4 തന്നതാണാവോ? അള്ളാഹു അല്ല. ഏതായാലും കിട്ടിയില്ല, ഞങ്ങൾ മറന്നു തന്നെയാണ്. മണ്ണാർക്കാട് പോയാൽ ഇപ്പുറത്ത് 4 കിട്ടിയില്ല, അൽഹംദുലില്ലാ, സന്തോഷം തന്നെയാണ്. ഞങ്ങളിപ്പോ എങ്ങനെ ആലോചിക്കുന്നത് പഠിച്ചോ, മണ്ണാർക്കാട്ടും അതുവാണ് നിർത്തിയിട്ട് ഇതും 4 വൈറ്റ് കിട്ടിയേക്കാണെങ്കിൽ ആ തന്നൂര് വരാൻ പോണ പരാക്രമത്തിനെയാ. ഇപ്പൊ പോയിട്ട് തന്നെ മുഴുമ നോക്കി നിങ്ങള്. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ തോന്നുക, അവിടെ ഏതായാലും ഒരു MLA ഗോതമ്പിന്റെ ചോറ് കുറച്ച് തിരിച്ച ഇവിടെ അടിയിൽ കുറച്ച് കഴിച്ചിലാകാൻ 4 കിട്ടും ചെയ്യണമല്ലോ. അങ്ങനെയാകാ. അള്ളാഹു ആയാലും ഞങ്ങൾ എല്ലാത്തിനും ദ്വാരക്കും പോലെ ഒരു അക്രമകാരിയായ ആളുടെ അധികാരം ഞങ്ങളെ നേതൃത്വത്തിൽ കൊടുക്കരുതെന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ആക്രമിച്ചു എന്ന് ബോധ്യമുള്ളത് കൊണ്ട് തന്നെയാ പറഞ്ഞത്. പക്ഷേ അത് ഫേസ്ബുക്കിലും വാട്സപ്പിലും അല്ല. ഞങ്ങളെ വോട്ട് ഞങ്ങൾ കേന്ദ്രീകൃതമായ ഒരു പെട്ടി കൊടുത്തിട്ടുണ്ട്. അതും വാട്സപ്പിൽ ആരെയും ഏൽപ്പിച്ചിട്ടല്ല. ഞങ്ങളെ പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം വാട്സപ്പിലും ഫേസ്ബുക്കിലും നടക്കാറുമില്ല. അത് വെച്ചിട്ടാണ് പിന്നെന്തു പറയണത്? കുറെ ചപ്പടാച്ചി പറയാ. സമത് പൂക്കോട്ടൂര് പറയണേ, എന്താ നിങ്ങള് നമ്മൾ പ്രാർത്ഥിച്ച കോലം ഞാൻ പറഞ്ഞു. വാട്സപ്പിലും ഫേസ്ബുക്കിലും വന്ന് ഒന്നിന്റെ പിതൃത്വം ഞങ്ങൾക്കില്ല. അതിന്റെ പിതൃത്വം ആർക്കാ ഏറ്റെടുക്കാൻ കഴിയ? ഇവർക്ക് കഴിയോ?